ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് റിലയൻസ് ജിയോയുടെ 4G സർവീസുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് തരാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം റിലയൻസ് ജിയോയുടെ പ്രൈം മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഒരുപാട് കമന്റ്സ് ആ വീഡിയോയുടെ താഴെ വന്നിട്ടുണ്ട്. അതിനെല്ലാം റിപ്ലൈ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് കമന്റ്സ് ആണ് വന്നിരിക്കുന്നത്. അതിനെല്ലാം റിപ്ലൈ തരിക വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ റിലയൻസ് ജിയോയുടെ സർവീസുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക ഡൗട്ട്സും നിങ്ങൾക്ക് ഞാൻ ക്ലിയർ ചെയ്തു തരുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ റിലയൻസ് ജിയോയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോകളിലെയും താഴെ ഒരാളെങ്കിലും കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരിക്കും 2G 3G ഫോണുകളിൽ റിലയൻസ് ജിയോയുടെ സിം യൂസ് ചെയ്യാൻ സാധിക്കുമോ? റിലയൻസ് ജിയോയുടെ സിം 2G 3G ഫോണുകളിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ എന്ത് മാറ്റങ്ങൾ വരുത്തിയെന്ന് പറഞ്ഞാലും ആ ഒരു ടെക്നിക്ക് നിങ്ങളുടെ ഫോണിൽ വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങളുടെ സമയം 2G 3G ഫോണുകളിൽ ജിയോ 4G സിം ഉപയോഗിക്കാനായിട്ട് കളയരുത്. യൂട്യൂബിലും മറ്റും ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പല ട്രിക്കുകൾ ഉപയോഗിച്ച് 2G 3G ഫോണുകളിൽ ജിയോ സിം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുള്ള വീഡിയോകൾ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള വീഡിയോകൾ കണ്ട് നിങ്ങൾ നിങ്ങളുടെ സമയം കളയരുത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് 2G 3G ഫോണിൽ ജിയോ സിം ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ 2G 3G ഫോണുകൾക്ക് വേണ്ടി ജിയോ ഇപ്പോൾ ഒരു പുതിയ ഡിവൈസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് പുതിയ ഡിവൈസ് അല്ല, കുറച്ച് നാൾ മുമ്പ് തൊട്ട് ജിയോയുടെ സിം ഇറങ്ങിയ സമയം തൊട്ട് ജിയോ 5 എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ട്. ഇതിപ്പോൾ കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ ഡിവൈസ് ആണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന് 2000-ഓളം രൂപ വില വരുന്ന ഒരു ഡിവൈസ് ആണ്. ഇത് ഉപയോഗിച്ച് നിങ്ങളുടെ 2G 3G ഫോണുകളിൽ ഹോട്ട്സ്പോട്ടിലൂടെ ജിയോ കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിലൂടെ പറഞ്ഞിരുന്നു ജിയോയുടെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് 2G 3G ഫോണുകളിൽ ജിയോയുടെ സിം ഉപയോഗിക്കാൻ സാധിക്കുമെന്ന്. അപ്പോൾ പലരും ഇപ്പോഴും അതിൽ ഫോളോ ചെയ്യുന്നുണ്ട്. പലരും ചോദിക്കുന്നുണ്ട് ആപ്ലിക്കേഷനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന്. എന്നാൽ ആ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും ഇല്ല. ആ സമയത്ത് വന്ന ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു. അതാണ് ഞാനൊന്ന് അപ്ലോഡ് ചെയ്തത്. ഒരുപക്ഷെ അത് വരാതെയും ഇരിക്കാം. കാരണം ജിയോ 4G വോയിസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് വോൾട്ടി സപ്പോർട്ടഡ് അല്ലാത്ത ഫോണുകളിൽ ജിയോ കോളിംഗ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. എന്നാൽ ജിയോ 4G വോയിസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് വോൾട്ടി സപ്പോർട്ട് അല്ലാത്ത ഫോണുകളിലും ജിയോയുടെ കോളിംഗ് സർവീസ് ലഭ്യമാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ആപ്ലിക്കേഷനുകൾ പ്രതീക്ഷിക്കാം. എന്നാൽ ജിയോ 5 എന്ന് പറയുന്ന ഡിവൈസ് ഇപ്പോൾ 2G 3G ഫോണുകൾക്ക് വേണ്ടി അവർ അഡ്വർടൈസ്മെന്റ് കൊടുത്ത് ഇറക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി അങ്ങനെ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഇപ്പോൾ അധികം ചിന്തിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. ജിയോയുടെ പ്രൈം മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട് പലർക്കും പല ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. അതായത് ജിയോയുടെ പ്രൈം മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 1 മുതൽ 31 വരെ നിങ്ങളിപ്പോൾ ജിയോയുടെ ഹാപ്പി ന്യൂ ഇയർ ഓഫർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈം മെമ്പർഷിപ്പിൽ അംഗമാകാൻ സാധിക്കും. ഈ പ്രൈം മെമ്പർഷിപ്പിൽ അംഗമാകണമെങ്കിൽ നിങ്ങൾക്ക് 99 രൂപ കൊടുത്ത് പ്രൈം മെമ്പർഷിപ്പിൽ അംഗമാകണം. നിങ്ങൾ ഈ കൊടുക്കുന്ന 99 രൂപ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടത്തില്ല, ഒന്നുമില്ല. ഈ പൈസ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുകയാണ്. ആ പൈസയുടെ ഒരു ബെനിഫിറ്റും നിങ്ങൾക്ക് ലഭിക്കത്തില്ല. എന്നാൽ നിങ്ങൾ ഇങ്ങനെ ജിയോയുടെ പ്രൈം മെമ്പർഷിപ്പിൽ അംഗമാകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ജിയോയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പല ഓഫറുകളും അടുത്ത ഒരു വർഷത്തേക്ക് ലഭിക്കും. അതിൽ ഇപ്പോൾ ജിയോ പ്രഖ്യാപിച്ചിരിക്കുന്ന ഏറ്റവും നല്ല ഒരു ഓഫറാണ് ജിയോ പ്രൈം മെമ്പർഷിപ്പിൽ അംഗമാകുന്നവർക്ക് 303 രൂപയ്ക്ക് ഇപ്പോഴുള്ള ഹാപ്പി ന്യൂ ഇയർ ഓഫർ കണ്ടിന്യൂ ചെയ്ത് ലഭിക്കും എന്നുള്ളത്. രാത്രി 2 മണി തൊട്ട് 5 മണി വരെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ജിയോ യൂസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഡേയിൽ നിങ്ങൾക്ക് 1 GB അൺലിമിറ്റഡ് ട്രൂ 4G യൂസ് ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം കോളിംഗ് സൗകര്യം നിങ്ങൾക്ക് ലഭിക്കും, മെസ്സേജിംഗ് സൗകര്യം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ 303 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തേക്ക് ഓർക്കുക 30 GB ഫ്രീ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഒരു ദിവസത്തേക്ക് 10 രൂപയുടെ അടുത്തേ നമുക്ക് 1 GB ചിലവാകുന്നുള്ളൂ. ഇപ്പോൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു സിമ്മിൽ ജിയോയുടെ ഒരു സിമ്മിൽ ഒരു വീട്ടിൽ ഈ ഓഫർ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഉള്ളവർക്കും ഈ 303 രൂപയിൽ നിന്നും 1 GB സഫിഷ്യൻ്റ് ആണ്. നോർമലായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അപ്ലോഡിങ്ങും കൂടുതൽ ഡൗൺലോഡിങ്ങും ഒന്നും ഇല്ലാത്തവർക്ക് 1 GB സഫിഷ്യൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവർക്കും ഹോട്ട്സ്പോട്ടിലൂടെ ജിയോയുടെ ഈ ഓഫർ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഒരാൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 303 രൂപയുടെ പാക്കേജ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ
എല്ലാവർക്കും വീട്ടിൽ ഉപയോഗിക്കാൻ സാധിക്കും. അത് ഓരോരുത്തരും ഉപയോഗിക്കുന്ന ഡേറ്റ യൂസ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ജിയോ നമ്മുടെ നിന്ന് വാങ്ങുന്ന 99 രൂപ, പ്രൈം മെമ്പർഷിപ്പ് എന്ന പേരിൽ വാങ്ങുന്ന ഈ 99 രൂപ നമുക്ക് ഫ്രീ ആയിട്ട് തന്ന സിമ്മിന്റെ പണമല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത് എനിക്ക് തോന്നിയതാണ്, നിങ്ങൾക്ക് എങ്ങനെ തോന്നുമെന്ന് അറിയില്ല. കാരണം ജിയോ നമുക്ക് ഫ്രീ ആയിട്ടൊരു സിം വന്നു, ഒരു പൈസ പോലും അവർ വാങ്ങിയില്ല. എന്നാൽ ഇപ്പോഴവർ പ്രൈം മെമ്പർഷിപ്പ് എന്ന പേരിൽ നമ്മുടെ ഇന്ന് 100 രൂപ വാങ്ങുന്നു, 99 രൂപ വാങ്ങുന്നു. അതപ്പോൾ സിമ്മിന്റെ പണം തന്നെയാണ്. നിങ്ങൾ പ്രൈം മെമ്പർഷിപ്പിൽ അംഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ജിയോയുടെ ഓഫറുകൾ ലഭിക്കും. ഇനി അടുത്ത ഒരു ചോദ്യമാണ്, ആളുകൾ ചോദിക്കുന്നതാണ്, ഈ ആപ്ലിക്കേഷനുകൾ ഫ്രീ ആണ്? ആപ്ലിക്കേഷനുകൾ തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ഓഫറിനോടൊപ്പം ലഭിക്കും. എല്ലാ ആപ്ലിക്കേഷനുകളും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ നിങ്ങളുടെ മൊബൈൽ ഡേറ്റ ഈ ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടി വരും. ഇനി അടുത്ത ചോദ്യത്തിനുള്ള മറുപടി, 303 രൂപയുടെ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തതിനു ശേഷം 1 മാസം അല്ലെ 2 മാസം ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് മറ്റു പ്ലാനുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് സാധിക്കുമോ എന്ന്? യെസ്, അങ്ങനെ സാധിക്കും. കാരണം ഇതൊരു പ്രീപെയ്ഡ് സർവീസ് ആണ്. നിങ്ങൾക്ക് പണം കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ ഇതിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. 303 രൂപയുടെ പ്ലാൻ തന്നെ സെലക്ട് ചെയ്യണമെന്നില്ല. 99 രൂപയുടെ പ്രൈം മെമ്പർഷിപ്പിൽ അംഗമായതിനു ശേഷം നിങ്ങൾക്ക് 19 രൂപയുടെ പ്ലാൻ വേണമെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാം, 129ന്റെ ആക്ടിവേറ്റ് ചെയ്യാം, 149ന്റെ ആക്ടിവേറ്റ് ചെയ്യാം, 300ന്റെ ആക്ടിവേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട സമയത്ത് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ആ കാര്യം ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇതൊരു പ്രീപെയ്ഡ് സർവീസ് ആണ്, പോസ്റ്റ് പെയ്ഡ് അല്ല. ഇനിയും വേറൊരു ഡൗട്ടാണ്, പ്രൈം മെമ്പർഷിപ്പിൽ അംഗമായില്ലെങ്കിലും മാർച്ച് 31 ശേഷം ജിയോയുടെ കോളിംഗ് സർവീസ് ലഭിക്കുമോ എന്നുള്ള ഒരു ഡൗട്ട്. അപ്പോൾ അതും ക്ലിയർ ചെയ്തേക്കാം. ജിയോയുടെ കോളിംഗ് സർവീസ് ലഭിക്കും. പക്ഷെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഡേറ്റ പാക്ക് ആക്ടിവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ജിയോയുടെ കോളിംഗ് സർവീസ് ഫ്രീ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ജിയോയിൽ നമുക്ക് അറിയാൻ സാധിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇത് മൊത്തം കൂടെ എഴുതി ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് ഇന്നത്തെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക. ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ നിന്നും 2 ഫേസ്ബുക്ക് പേജുകൾ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളിലൂടെ അറിയിക്കുക. ഞാൻ എല്ലാ കമൻറ്റുകളും ചെക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ കമൻറ്റുകൾക്കും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് കമൻറ്റുകൾ വരികയാണെങ്കിൽ അതിപ്പോൾ ജിയോ എന്നല്ല, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് വിഷയത്തെക്കുറിച്ചും ഒരേ കാര്യത്തെക്കുറിച്ച് പല രീതിയിലുള്ള കമൻറ്റുകൾ, പല ഡൗട്ട്സ് വരികയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. അതിലൂടെ നിങ്ങൾക്ക് പുതിയ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.